നമസ്കാരം. കേരളം വളരെ ഭയത്തോടുകൂടി പല രോഗങ്ങളെയും നേരിട്ടിട്ടുണ്ട്. എന്നാൽ പുതിയതായി നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു രോഗമുണ്ട്, മങ്കി പോക്സ്. ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, കൂടുതൽ അറിയേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വി കെയർ മെഡിക്കൽ സെന്ററിന്റെ ഡോക്ടർ ശ്രീ വിഷ്ണു ആണ്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഡോക്ടർ നമസ്കാരം. മങ്കി പോക്സ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ചിക്കൻ പോക്സ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് വളരെ വിശദമായി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു രോഗമാണോ മങ്കി പോക്സ്? എന്താണ് മങ്കി പോക്സ്? ഒന്ന് വിശദീകരിക്കാം. മങ്കി പോക്സ് ഇപ്പൊ പറഞ്ഞ പോലെ ചിക്കൻ പോക്സ് നമ്മുടെ സാധാരണ വൈറൽ പനി, കോവിഡ് ഇതെല്ലാം പോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് ഈ മങ്കി പോക്സും. ഇത് ആദ്യം കുരങ്ങന്മാരിൽ കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് മങ്കി പോക്സ് പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഈ രോഗം ഇപ്പൊ ആദ്യമായി എവിടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്? പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പുറത്തോട്ടുള്ള രാജ്യങ്ങളിൽ അമേരിക്ക, ആഫ്രിക്ക അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 2022 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. 2022 നമ്മുടെ കേരളത്തിലാണ്, കൊല്ലത്താണ് അപ്പോൾ ആദ്യമായിട്ട് ഏറ്റവും ആദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊല്ലത്താണ്. അതിനുശേഷം ഈ 2024 ഇടയ്ക്ക് ഏകദേശം 30ഓളം കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. അതിൽ 15 കേരളവും 15 ഡൽഹിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഇതിപ്പം പുറം രാജ്യങ്ങളിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരിലാണ് നമ്മളിത് കണ്ടുവരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? അപ്പൊ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവരെ നമ്മൾ പ്രത്യേക എന്തെങ്കിലും ഇതിന് ടെസ്റ്റിന് വിധേയരാക്കേണ്ടതുണ്ടോ? എന്താണ് ഇതിന്റെ ഈ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്? ഇത് ഒരു അസുഖമുള്ള ആളായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 21 ദിവസത്തിന്റെ ഉള്ളിൽ ഇതിന്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. സിംറ്റംസ് എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങൾ, അത് പനിയായിട്ട് വരാം, ശരീരം വേദന, ക്ഷീണം, കഴലവീക്കം. കഴലവീക്കം എന്നൊക്കെ പറയുമ്പോൾ കഴുത്തിന്റെ പിറകെ, ഇവിടെ കഴുത്തിന്റെ ഭാഗത്ത്, കക്ഷത്ത് ഈ പതുക്കള നീരെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ പതുക്കളൊക്കെ കഴലിലേക്ക് വീക്കും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് വരിക. പിന്നെ ഈ പനി വന്നിട്ട് ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ഒരേ തടുപ്പുകൾ വരും, ഈ ചുമന്ന തടുപ്പുകൾ. ഈ ചുമന്ന തടുപ്പ് ഒരു മുഖക്കുരു പോലെയാവും. പിന്നെ നമ്മുടെ ഈ ചിക്കൻ ബോക്സിനെ കണ്ടിട്ടില്ലേ, ഈ വെള്ളത്തുള്ളി പോലെ, അതേപോലെ വലിയൊരു വെള്ളത്തുള്ളി ഉള്ള പോലെ വരും. അതിനുശേഷം അത് സാധാരണ ചിക്കൻ ബോക്സിന് വരുന്ന പോലെ ഇത് പൊട്ടി പുറത്തേക്ക് ഒരു കുരുപ്പ് പോലെ വന്ന് പൊട്ടിയ വെള്ളത്തുള്ളി, പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടെ സൈസ് ഉണ്ടാവും. എന്നിട്ട് അത് പഴുത്തിട്ട് അത് കറുക്കും. എന്നിട്ട് നമുക്ക് സാധാരണ പനി, ജലദോഷം ഇതൊക്കെ വന്ന് ഇതില് നമ്മൾ അതിന്റെ ഇതാണെന്ന് തിരിച്ചറിയുന്നത് ഈ റാഷസ് അല്ലെങ്കിൽ റാഷസ് കാണുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് സംശയം നമ്മൾ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ആ സമയത്തായിരിക്കുമല്ലോ നമ്മളിപ്പോ അതിന് ഏത് ടെസ്റ്റിനായിരിക്കും അങ്ങനെ വരും. ഈ റാഷസിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ എപ്പിഡോമിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇയാൾ പുറത്തുനിന്ന് വന്നതാണോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് ഒരു മങ്കി പോക്സ് ഉള്ള ആളായിട്ട് കോണ്ടാക്ട് ഉണ്ടോ, ഇതും കൂടെ വെച്ച് നോക്കിയിട്ടാണ് ഇതാണെന്ന് സ്ഥിരീകരിക്കാൻ ടെസ്റ്റിന് അയക്കുന്നത്. എന്ത് ടെസ്റ്റ് ആയിരിക്കും? നമ്മൾ കോവിഡിനൊക്കെ RT-PCR ചെയ്തിട്ടില്ലേ, അതേപോലെ PCR ആണ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുന്നത് ഈ രോഗത്തിന്. അപ്പൊ കോവിഡ് നമ്മൾ ഒരുപാട് ഭയപ്പെട്ടതാണ് കേരളത്തില്, അല്ലെങ്കിൽ ലോകത്തെ മൊത്തത്തിൽ വിറപ്പിച്ച ഒരു രോഗമാണ്. എന്നാൽ അത്തരത്തിൽ പേടിക്കേണ്ടതായിട്ട് ഈ രോഗത്തിന് എന്തെങ്കിലും അവസ്ഥയുണ്ടോ? ഇത് അത്ര പേടിക്കേണ്ട ഒരു സംഭവമായിട്ടില്ല, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഈ പടരുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അടുത്ത് കുറെ നാള് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ആള്, അവര് നല്ല അടുത്ത് നിന്ന് കുറെ നാള്, കുറച്ച് അധികം സമയം സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖമുള്ള ആളുടെ പുറത്തുനിന്ന് ഒരു ഡ്രോപ്ലെറ്റ്, അതായത് ഈ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴൊക്കെ ഒരു ഡ്രോപ്ലെറ്റ് മറ്റേ ആളുടെ ശരീരത്തിൽ പോവാ. അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ കുരുപ്പുകൾ വരുമെന്ന്, ആ കുരുപ്പ് പൊട്ടിയിട്ട് മറ്റേ ആളുടെ പുറത്തേക്ക് പോവാ, തട്ടിപ്പോവാ. അല്ലെങ്കിൽ ഈ നമ്മൾ ഇടുന്ന ഉടുപ്പുകളുണ്ടല്ലോ, ആ ഉടുപ്പ് മറ്റേ ആൾ എഴുതിയ, അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ, അത്രയും ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പടരുന്നത് അല്ലേ? കൂടുതൽ ചാൻസ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയി റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാലൊന്നും അങ്ങനെ വരൂല. അപ്പൊ ഇതില് അത്തരത്തില് കോവിഡ് പോലെ ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും വേരിയന്റ് ഉണ്ടോ? സാധാരണ കോവിഡ് വന്ന വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഇത് മാറ്റപ്പെട്ട് അപകടകരമായി മാറിയ സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഇതിന് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ? ഇതില് വേരിയൻസ് ഉണ്ട്. കോവിഡ് പോലെയല്ല, വേറെ 2 ടൈപ്പ് വേരിയന്റ്. ക്ലേഡ് 1 എന്ന് പറഞ്ഞ വേരിയന്റ്, 2 എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. ഈ 1 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള സാധനമാണ്. അത് ഈ ആഫ്രിക്കയിലായിരുന്നു കണ്ടിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ഭീകരമാണ്, കുറച്ചും കൂടെ ആൾക്കാർക്കുള്ള മരണസാധ്യത കൂടുതലാണ്. ക്ലേഡ് 2 ആണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ രാജ്യങ്ങളൊക്കെ പടരുന്നു എന്ന് പറയുന്നില്ലേ, ആ വേരിയന്റ് ആണ്. ഇന്ത്യയിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചതും ക്ലേഡ് 2 വേരിയന്റിലുള്ള അപകട സാധ്യത ഇല്ലാത്തതാണ് ഇല്ലാന്നല്ല, ക്ലേഡ് 1-നെയും കാട്ടി കുറച്ചുകൂടെ കുറവാണ്. വലിയ നമ്മൾ പേടിക്കേണ്ട ഒരു സംഭവമൊന്നും അല്ല. നമ്മളിപ്പോ ഈ 15 റിപ്പോർട്ടുകളില് കൂടുതലും കുട്ടികളിലാണ് ഇത്
അഫക്ട് ചെയ്യുന്നതെന്നുള്ളൊരു വാർത്ത അത് എങ്ങനെയാണ് അത്തരത്തിലുണ്ടാവുന്നത്? അത് ഇന്ത്യന്റെ ഒരു സിനാരിയോ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പം ആഫ്രിക്കയിലൊക്കെ ആകുമ്പം അത് ആ രാജ്യത്തുള്ള ഒരു അസുഖമാണ്. ആ അസുഖം നിരന്തരം അവരതിനെ അഭിമുഖീകരിക്കുന്നവരാണ്. അതെ. അപ്പം ഈ വലിയ കുറച്ചുകൂടെ പ്രായമുള്ള ആളാണെങ്കിൽ കുറെ വട്ടം ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ വന്നുകൊണ്ട് അതിനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, സ്വയമേ അവരെ കൊണ്ടായിട്ടുണ്ടാവാം. അതെ. പക്ഷെ കൊച്ചുങ്ങൾക്ക് ഈ പറയുന്ന പോലത്തെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് കൊച്ചുങ്ങളെ കിട്ടുന്നതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത്. അല്ലാതെ ക്ലിയർ ആയിട്ടൊരു റീസൺ ഒന്നും അതിന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ സാധാരണ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ നമ്മളെ ഈ ചുമന്ന കുരു ശരീരത്തിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്, അപ്പൊ അതെങ്ങനെയാണ് എവിടെയാണ് വരുന്നതെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആൾക്കാർക്ക് അറിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇത് ഏറ്റവും ആദ്യം വായിൽ 1-2 കുത്തൊക്കെ ആയിട്ട് വരും, ചുമന്ന കുത്ത്. അതിനുശേഷം നമ്മുടെ ശരീരത്തെ മുഖത്തോട്ട് വരും, പിന്നെ ശരീരത്തിന് വേണം, പിന്നെ ഏറ്റവും ദൂരോട്ടുള്ള കയ്യിലും കാലിലോട്ടൊക്കെ എത്തും. അപ്പൊ ആദ്യം വരുന്നത് ഉള്ളിലാണ്, വായിനകത്ത് ഈ ചുമന്ന കുത്ത് പോലെ വരും. അതിനുശേഷം മുഖത്തോട്ട് വരും. ഈ മുഖത്തോട്ടുള്ളതൊക്കെ കുരുപ്പായിട്ടാണ് വരുന്നത്. അതായത് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു ചുമന്ന തടുപ്പായിരിക്കും, പിന്നെ ഒരു കുരുപ്പ് പോലെ, നമ്മുടെ മുഖക്കുരുവില്ലേ ആ മുഖക്കുരു പോലെ വരും. എന്നിട്ട് അതില് ഈ വെള്ളത്തുള്ളി, ചിക്കൻ ബോക്സിലൊക്കെ നമ്മൾ കാണുന്ന പോലെ വെള്ളത്തുള്ളി പോലെ, പക്ഷെ കുറച്ചുകൂടെ സൈസ് ഒക്കെ ഉണ്ടാവും. ആ വെള്ളത്തുള്ളി വരും, പിന്നെ അത് പഴുക്കുക, പിന്നെ ഇത് കറുത്ത്, അറിയാലോ ചിക്കൻ ബോക്സ് നമ്മൾ ഈ പറയുന്ന ഉണങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, കറുത്തിരിക്കുക, എന്നിട്ട് അത് ഇളകിപ്പോവും. ഈ അസുഖത്തിന് ഇൻഫെക്ടിവിറ്റിയും ഇതുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഈ റാഷ് വരുന്നതിന്റെ, അതായത് ഈ തടുപ്പൊക്കെ വരുന്നതിന്റെ 2 ദിവസം മുന്നേ തൊട്ട് പിന്നെ അങ്ങോട്ട് ഈ റാഷ്, ഈ കറുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഇളകി പോയുന്ന വരെയാണ് ഇതിന്റെ ഇൻഫെക്ടിവിറ്റി സമയം. അതായത് വളരാനുള്ള സാധ്യത വരുന്ന ഏറ്റവും കൂടുതൽ സമയം ഇതാണ്. അപ്പൊ നമ്മൾ സാധാരണ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ഒരു എത്രയും ദിവസം നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്യപ്പെടുമല്ലോ. അപ്പൊ ഈ രോഗത്തിന് നമുക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ ലഭിക്കുമോ, അതോ ചിക്കൻ ബോക്സ് തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്താണോ ഇതിന്റെ ചികിത്സ തുടരുന്നത്? എങ്ങനെയായിരിക്കും ഇതിലിപ്പം ഇന്ത്യന്റെ ഒരു അവസ്ഥ വെച്ച് ഇതിപ്പോ നമ്മള് ഓൾറെഡി ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണല്ലോ. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലാണ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അധികം സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആശുപത്രിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതില് ഇപ്പം ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വലിയ ഒരു ട്രീറ്റ്മെന്റ് ഒന്നും അല്ല. അതായത് ജസ്റ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളുണ്ടല്ലോ. നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ല ഭക്ഷണം കഴിപ്പിക്കുക, പിന്നെ ഈ മുറിവുകളൊക്കെ വൃത്തിയായിട്ട് വെക്കുക. അതായത് പഴുത്ത മുറിവുകളൊക്കെ വേണമെങ്കിൽ പിന്നെ ഇൻഫെക്ഷൻ ആവുമല്ലോ, അപ്പൊ ഇൻഫെക്ഷൻ വരാതെ നോക്കുക, അതിനുള്ള കാര്യങ്ങൾ. അതായത് ഈ ഇൻഫെക്ഷൻ ഒരു സെക്കൻഡറി ആയിട്ട് അപ്പൊ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആള് അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യണോ, അതോ നമ്മള് ഹോസ്പിറ്റലിലെ സ്റ്റാഫൊക്കെ ഉണ്ടാവും? ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലെ സ്റ്റാഫും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് ഇപ്പോഴത്തെ ഒരു ഇതില് അതായത് അധികം അധികം സ്പ്രെഡ് ആവാതിരിക്കാൻ ഗവൺമെന്റ് ചെയ്യുന്ന പ്രിക്കോഷൻസ് ആണ്. ഇപ്പൊ നമ്മുടെ കോവിഡിന് നമ്മള് ക്വാറന്റൈൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ അദ്ദേഹം ഒരാള് വീട്ടിലെത്തി അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ക്ലോസ് കോണ്ടാക്ട് ഉള്ളവരെ നമ്മൾ നിരീക്ഷിക്കാൻ. ഈ ഒരു അസുഖം വരാൻ ഏകദേശം, അതായത് ഒരാളായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 ദിവസം തൊട്ട് 21 ദിവസം വരെ എടുക്കാം. അപ്പം ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ ഏകദേശം 21 ദിവസത്തോളം മോണിറ്റർ ചെയ്യപ്പെടാം. അപ്പം ആ ഒരു ദിവസത്തിനുള്ളിൽ വരേണ്ട ആളാണെങ്കിൽ എന്തായാലും വന്നിട്ടുണ്ടാവും. അത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞില്ല, എപ്പിഡെമിയോളജിക്കലായിട്ട് നമ്മൾ നോക്കും ഇവർ ഏത് സ്ഥലത്തു നിന്നാണ് വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ വേറെ ഒരാൾക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചാൻസസ് ഉണ്ട്, സാധ്യത കൂടുതൽ. അപ്പൊ നമുക്ക് ഇതിന് പ്രിവെന്റീവ് ആയിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ നിലവിലുണ്ടോ? പ്രിവെൻഷന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ സ്പ്രെഡ് ആവുന്നതിന്റെ കാര്യം പറഞ്ഞല്ലോ, അതില് ഈ പറയുന്ന ഏറ്റവും അടുത്തുള്ള ഈ ഡ്രോപ്ലെറ്റ് ആയിട്ട്, അതായത് വെള്ളത്തുള്ളി, അതായത് നമ്മൾ ചുമയ്ക്കുമ്പോഴൊക്കെ തെറിച്ചു പോകുന്ന പോലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ കയ്യിലെ പഴുപ്പ് അത് തട്ടിയിട്ട് ഇതാവുക, അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. അത് മാത്രമാണ് നമുക്ക് നിലവിൽ. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് കോണ്ടാക്ട് കുറയ്ക്കുക, അവരുടെ ഉടുപ്പുകളും ഇങ്ങനെ സാധനങ്ങൾ ഇത് കണ്ട ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവുക. വലിയൊരു സംഭവമൊന്നും അല്ല, പേടിക്കേണ്ട ഒരു വലിയ കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടാൽ തന്നെ ഉടനടി നമ്മൾ ഭയപ്പെട്ട് അറിയിക്കാതിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റൽ ഡോക്ടറെ സമീപിച്ച് ഇതിന്റെ ചികിത്സ തേടാവുന്നതാണ്. തീർച്ചയായും. അപ്പൊ ഇതിന് സാധാരണ നമ്മൾ കോവിഡ് വന്നപ്പോ വാക്സിനേഷൻ ഉണ്ട്. അപ്പൊ ഈ രോഗവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രത്യേക വാക്സിനേഷൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഇതിന് ഉണ്ടോ, അതോ? ഇല്ലില്ല, വാക്സിൻ ഇതുവരെ ഇതിനു വേണ്ടിയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രതിരോധം നമുക്ക് പാടായിരിക്കും. പിന്നെ നമ്മളെ പറഞ്ഞു കേട്ടോ, ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ആൾക്കാർക്ക് എന്താണ് ഇപ്പം ഹൃദയത്തിന് പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമുള്ളവർ, അതുപോലെ മറ്റ് രോഗാവസ്ഥ ഉള്ളവർക്ക് പെട്ടെന്ന് മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ രോഗത്തിന് അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ? അതെ, എല്ലാ അസുഖത്തെയും പോലെയും ഈ അസുഖത്തിന് ഈ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാര്, കുറെ അസുഖങ്ങളുള്ള ആൾക്കാര്, അവര് കുറച്ചുകൂടി റിസ്ക് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ കൊച്ചുങ്ങൾക്ക് ഇതിനുള്ള ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പൊ അവർക്ക്
ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ ഈ വേറെ അസുഖങ്ങളും കുറേ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് സ്ട്രോങ് ആയിട്ട് വരും. അത് എല്ലാ അസുഖത്തിനും ഉള്ള പോലെ തന്നെയാണ് ഇതിനും ഉള്ളത്. പിന്നെ ഇപ്പൊ ഇത് നമുക്ക് വന്നാൽ നമ്മൾ ഏതായാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും അവസാനം എന്ന നിലയിൽ നമുക്ക് ഇതിന് ഡോക്ടർക്ക് ജനങ്ങളോട് നൽകേണ്ട ഒരു നിർദ്ദേശം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയാൻ പറ്റുന്ന എന്തായിരിക്കും? ഈ അസുഖം മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ വന്ന് ഇതിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക, അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തുക. അല്ലാതെ ഒരു രീതിയിലും പേടിക്കേണ്ട, പക്ഷെ ശ്രദ്ധ വേണം. ജാഗ്രതയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കരുതലോടെ ഇരിക്കേണ്ടതാണ്. ഇത് വന്നാൽ ഭയപ്പെടേണ്ട, ഇതിന്റെ സിംറ്റംസും എല്ലാം ഡോക്ടർ നമ്മളോട് വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി നമ്മൾ അത് മറച്ചു വെക്കാതെ ഹോസ്പിറ്റലിൽ എത്തുക, ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയുക. അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഈ രോഗത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച വി കെയർ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ശ്രീ വിഷ്ണു ആണ്. അദ്ദേഹത്തിന് ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളിത് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്ക്, ആരോഗ്യ പ്രശ്നമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, നമ്മുടെ ആരോഗ്യമാണ്. അത് ജനങ്ങൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കേണ്ടവരാണ്. അതിനനുസരിച്ച് മെഡിക്കൽ സയൻസ് നൽകുന്ന നിർദ്ദേശങ്ങളും നിങ്ങൾ പിന്തുടരേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടർ.